എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23-നാണ് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം ആചരിക്കുന്നത്. ലോക ഹൃദയദിനം 2023-ൻ്റെ തീം എന്താണ്? 2023-ലെ ലോക ഹൃദയദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ എ ഹൃദയം ഉപയോഗിക്കുക, ഹൃദയത്തെ അറിയുക. ഹൃദയം ഉപയോഗിക്കുക, ഹൃദയത്തെ അറിയുക എന്നതാണ് ലോക ഹൃദയദിനം 2023-ൻ്റെ തീം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23-നാണ് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത്. ലോക ഭക്ഷ്യദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ലോക ഭക്ഷ്യദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ഡി ഒക്ടോബർ 16. ഒക്ടോബർ 16-നാണ് ലോക ഭക്ഷ്യദിനം ആഘോഷിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ സി ഒക്ടോബർ 17. ഒക്ടോബർ 17-നാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത്. ബയോസ്ഫിയർ റിസർവുകൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം എന്നാണ്? ബയോസ്ഫിയർ റിസർവുകൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം എന്നാണ്? ഓപ്ഷൻ ബി നവംബർ 3. നവംബർ 3-നാണ് ബയോസ്ഫിയർ റിസർവുകൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം ആഘോഷിക്കുന്നത്. ദേശീയ ക്യാൻസർ അവബോധ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ദേശീയ ക്യാൻസർ അവബോധ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ സി നവംബർ 7. നവംബർ 7-നാണ് ദേശീയ ക്യാൻസർ അവബോധ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി നവംബർ 11. നവംബർ 11-നാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നത്. മീഥേൻ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിന് അടുത്തിടെ കരാറിലെത്തിയ ആഗോള കൂട്ടായ്മ. മീഥേൻ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിന് അടുത്തിടെ കരാറിലെത്തിയ ആഗോള കൂട്ടായ്മ. ഓപ്ഷൻ സി യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനാണ് മീഥേൻ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിന് അടുത്തിടെ കരാറിലെത്തിയ ആഗോള കൂട്ടായ്മ. ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഓപ്ഷൻ സി ജനുവരി 16. ജനുവരി 16-നാണ് ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത്. ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 6ാം പതിപ്പിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം. ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 6ാം പതിപ്പിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം. ഓപ്ഷൻ എ തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 6ാം പതിപ്പിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന ഇന്ത്യയിലെ വാർഷികാഘോഷമായ പരാക്രം ദിവസ് ഏത് ദിവസമാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന ഇന്ത്യയിലെ വാർഷികാഘോഷമാണ് പരാക്രം ദിവസ്. ഇത് ഏത് ദിവസമാണ്? ഓപ്ഷൻ സി ജനുവരി 23. ജനുവരി 23-നാണ് പരാക്രം ദിവസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന ഇന്ത്യയിലെ വാർഷികാഘോഷമാണ് പരാക്രം ദിവസ്. എല്ലാ വർഷവും ദേശീയ വോട്ടേഴ്സ് ദിനം ആയി ആചരിക്കുന്നത് എപ്പോഴാണ്? എല്ലാ വർഷവും ദേശീയ വോട്ടേഴ്സ് ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ജനുവരി 25. ജനുവരി 25-നാണ് എല്ലാ വർഷവും ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനം 2024-ൻ്റെ
തീം എന്താണ്? 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ എ സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. അന്താരാഷ്ട്ര വനിതാ ദിനം 2024 തീം സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. എല്ലാ വർഷവും അന്താരാഷ്ട്ര ഗണിത ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? എല്ലാ വർഷവും അന്താരാഷ്ട്ര ഗണിത ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ ബി മാർച്ച് 14. എല്ലാ വർഷവും മാർച്ച് 14 അന്താരാഷ്ട്ര ഗണിത ദിനമായി ആഘോഷിക്കുന്നത്. ദേശീയ വാക്സിനേഷൻ ദിനം 2024 തീം എന്താണ്? 2024 ദേശീയ വാക്സിനേഷൻ ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ സി വാക്സിനുകൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ദേശീയ വാക്സിനേഷൻ ദിനം 2024 തീം വാക്സിനുകൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ്. ലോകാരോഗ്യ ദിനം 2024 തീം എന്താണ്? 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം. എല്ലാ വർഷവും ദേശീയ സിവിൽ സർവീസ് ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? എല്ലാ വർഷവും ദേശീയ സിവിൽ സർവീസ് ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ ബി ഏപ്രിൽ 21. എല്ലാ വർഷവും ഏപ്രിൽ 21 ദേശീയ സിവിൽ സർവീസ് ദിനമായി ആഘോഷിക്കുന്നത്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ സി ഏപ്രിൽ 24. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത്. ഏത് നേതാവിൻ്റെ ജന്മവാർഷികത്തിൻ്റെ സ്മരണക്കായാണ് ദേശീയ ഐക്യദിനം ആഘോഷിക്കുന്നത്? ഏത് നേതാവിൻ്റെ ജന്മവാർഷികത്തിൻ്റെ സ്മരണക്കായാണ് ദേശീയ ഐക്യദിനം ആഘോഷിക്കുന്നത്? ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മവാർഷികത്തിൻ്റെ സ്മരണക്കായാണ് ദേശീയ ഐക്യദിനം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? എല്ലാ വർഷവും ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ ബി ജൂൺ 20. ജൂൺ 20 എല്ലാ വർഷവും ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും ചരക്ക് സേവന നികുതി GST ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ചരക്ക് സേവന നികുതി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ എ ജൂലൈ 1. എല്ലാ വർഷവും ജൂലൈ 1 ചരക്ക് സേവന നികുതി GST ദിനമായി ആചരിക്കുന്നത്. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ സി നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും ലോക യുവജന നൈപുണ്യ ദിനം ആയി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? എല്ലാ വർഷവും ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ ബി ജൂലൈ 15. ജൂലൈ 15 എല്ലാ വർഷവും ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും ദേശീയ ആദായ നികുതി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? എല്ലാ വർഷവും ദേശീയ ആദായ നികുതി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ ബി ജൂലൈ 24. ജൂലൈ 24 എല്ലാ വർഷവും ദേശീയ ആദായ നികുതി ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? എല്ലാ വർഷവും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ സി സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8 എല്ലാ വർഷവും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത്. ബൈപോളാർ ഡിസോർഡർ
ഏതു തരത്തിലുള്ള ആരോഗ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൈപോളാർ ഡിസോർഡർ ഏതു തരത്തിലുള്ള ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി മാനസികാരോഗ്യാവസ്ഥ. ബൈപോളാർ ഡിസോർഡർ ഒരു മാനസികാരോഗ്യ അവസ്ഥയാണ്. ഇന്ത്യയുടെ സ്വന്തം AI ആയും വലിയ ബഹുഭാഷാ മോഡലായും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കൃത്രിം വികസിപ്പിച്ച കമ്പനി ഏത്? ഇന്ത്യയുടെ സ്വന്തം AI ആയും വലിയ ബഹുഭാഷാ മോഡലായും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കൃത്രിം വികസിപ്പിച്ച കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി ഓല. ഓല ഗ്രൂപ്പാണ് ഇന്ത്യയുടെ സ്വന്തം AI ആയും വലിയ ബഹുഭാഷാ മോഡലായും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കൃത്രിം വികസിപ്പിച്ച കമ്പനി. ചാങ്-ഇ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാങ്-ഇ 6 ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാങ്-ഇ 6. ഓപ്ഷൻ എ ചൈന. ചാങ്-ഇ 6 ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചൈനയുടേതാണ്. മാരകമായ നിപ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത്? മാരകമായ നിപ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത്? ഓപ്ഷൻ എ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് മാരകമായ നിപ വൈറസിന് മനുഷ്യനിൽ ആദ്യമായി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത്. തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഹബീഷ്വർ അടുത്തിടെ പുറത്തിറക്കിയ സംഘടന? തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഹബീഷ്വർ അടുത്തിടെ പുറത്തിറക്കിയ സംഘടന? ഓപ്ഷൻ എ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ്. IIL. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ആണ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഹബീഷ്വർ അടുത്തിടെ പുറത്തിറക്കിയത്. പുതിയ മലേറിയ വാക്സിൻ മോസ്ക്യുറിക്സ് ആദ്യമായി കുട്ടികൾക്ക് നൽകുന്നത് ഏത് രാജ്യമാണ്? പുതിയ മലേറിയ വാക്സിനായ മോസ്ക്യുറിക്സ് ആദ്യമായി കുട്ടികൾക്ക് നൽകുന്നത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ സി കാമറൂൺ. കാമറൂൺ ആണ് പുതിയ മലേറിയ വാക്സിനായ മോസ്ക്യുറിക്സ് ആദ്യമായി കുട്ടികൾക്ക് നൽകുന്നത്. POEM 3 മിഷൻ ഏത് ബഹിരാകാശ സംഘടനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? POEM 3 POEM 3 മിഷൻ ഏത് ബഹിരാകാശ സംഘടനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ISRO. POEM 3 മിഷൻ ISROയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലാദ്യത്തെ 100% ബയോഡീഗ്രേഡബിൾ പേന ഏത് രാജ്യത്താണ് പുറത്തിറക്കിയത്? ലോകത്തിലാദ്യത്തെ 100% ബയോഡീഗ്രേഡബിൾ പേന ഏത് രാജ്യത്താണ് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ഇന്ത്യ. ലോകത്തിലാദ്യത്തെ 100% ബയോഡീഗ്രേഡബിൾ പേന ഇന്ത്യയാണ് പുറത്തിറക്കിയത്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ഒളിമ്പസ് മോൺസ് എന്താണ്? അടുത്തിടെ വാർത്തകളിൽ കണ്ട ഒളിമ്പസ് മോൺസ് എന്താണ്? ഓപ്ഷൻ എ ചൊവ്വയിലെ ഒരു അഗ്നിപർവ്വതം. ഒളിമ്പസ് മോൺസ് ചൊവ്വയിലെ ഒരു അഗ്നിപർവ്വതമാണ്. സിക്ക വൈറസ് രോഗം ഏത് കൊതുകിലൂടെയാണ് പകരുന്നത്? സിക്ക വൈറസ് രോഗം ഏത് കൊതുകിലൂടെയാണ് പകരുന്നത്? ഓപ്ഷൻ സി ഈഡിസ് കൊതുകുകൾ. സിക്ക വൈറസ് രോഗം പകരുന്നത് ഈഡിസ് കൊതുകുകളിലൂടെയാണ്. ഇന്ത്യയിലാദ്യത്തെ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന റിസർവ് ഏതാണ്? ഇന്ത്യയിലാദ്യത്തെ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന റിസർവ് ഏതാണ്? ഓപ്ഷൻ സി പെഞ്ച് ടൈഗർ റിസർവ്. പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലാദ്യത്തെ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന റിസർവ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ഓപ്ഷൻ എ ന്യൂയോർക്ക്. US ന്യൂയോർക്കിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത്. ഒലിവ് റിഡ്ലി ഏത് ഇനത്തിൻ്റെ പേരാണ്? ഒലിവ് റിഡ്ലി ഏത് ഇനത്തിൻ്റെ പേരാണ്? ഓപ്ഷൻ ബി ആമ. ഒലിവ് റിഡ്ലി ആമ.
ആനമല ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആനമല ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തമിഴ്നാട്. ആനമല ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഭിതാർകനിക ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഭിതാർകനിക ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഒഡീഷ. ഒഡീഷയിലാണ് ഭിതാർകനിക ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ദരോജി സ്ലോത്ത് ബെയർ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദരോജി സ്ലോത്ത് ബെയർ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി കർണാടക. കർണാടകയിലാണ് ദരോജി സ്ലോത്ത് ബെയർ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ലാം ഫെൽപത്ത് തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലാം ഫെൽപത്ത് തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മണിപ്പൂർ. മണിപ്പൂരിലാണ് ലാം ഫെൽപത്ത് തടാകം സ്ഥിതി ചെയ്യുന്നത്. ജനു കുറുബ ഗോത്രം പ്രാഥമികമായി ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് താമസിക്കുന്നത്? ജനു കുറുബ ഗോത്രം പ്രാഥമികമായി ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് താമസിക്കുന്നത്? ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. ജനു കുറുബ ഗോത്രം പ്രാഥമികമായി ഇന്ത്യയിൽ പശ്ചിമഘട്ടത്തിലാണ് താമസിക്കുന്നത്. പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ പ്ലാസ്റ്റിക് മാലിന്യ ഉൽപ്പാദന നിരക്ക് ഏത് രാജ്യത്തിലാണ്? പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ പ്ലാസ്റ്റിക് മാലിന്യ ഉൽപ്പാദന നിരക്ക് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ ബി ഇന്ത്യ. പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ പ്ലാസ്റ്റിക് മാലിന്യ ഉൽപ്പാദന നിരക്കുള്ള രാജ്യം ഇന്ത്യയാണ്. ജിയാദൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ജിയാദൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ജിയാദൽ നദി. ഏത് സംസ്ഥാനമാണ് പ്രശ്നമുണ്ടാക്കുന്ന കാട്ടാനകളെ പിടികൂടുന്നതിനും അവയ്ക്ക് റേഡിയോ കോളർ ഉറപ്പിക്കുന്നതിനുമായി ഓപ്പറേഷൻ ആരംഭിച്ചത്? ഏത് സംസ്ഥാനമാണ് പ്രശ്നമുണ്ടാക്കുന്ന കാട്ടാനകളെ പിടികൂടുന്നതിനും അവയ്ക്ക് റേഡിയോ കോളർ ഉറപ്പിക്കുന്നതിനുമായി ഓപ്പറേഷൻ ആരംഭിച്ചത്? ഓപ്ഷൻ ഡി കർണാടക. കർണാടക സംസ്ഥാനമാണ് പ്രശ്നമുണ്ടാക്കുന്ന കാട്ടാനകളെ പിടികൂടുന്നതിനും അവയ്ക്ക് റേഡിയോ കോളർ ഉറപ്പിക്കുന്നതിനുമായി ഓപ്പറേഷൻ ആരംഭിച്ചത്. ഷെർഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഷെർഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി രാജസ്ഥാൻ. ഷെർഗഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഹിൻഡൺ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഹിൻഡൺ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ഡി യമുന. യമുന നദിയുടെ പോഷക നദിയാണ് ഹിൻഡൺ നദി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.